സോഷ്യൽ മീഡിയയിലെ വ്യാജ സൗഹൃദങ്ങളുടെ മറവിൽ കെണിയൊരുക്കുന്ന വൻ സാമ്പത്തിക തട്ടിപ്പ് സംഘങ്ങൾ കേരളത്തിൽ വീണ്ടും സജീവമാകുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്നും പുറത്തുവരുന്നത്. സമ്മാന പൊതികളുടെയും കസ്റ്റംസ് ക്ലിയറൻസിന്റെയും പേരിൽ കൊച്ചി ഏളംകുളം സ്വദേശിനിയായ യുവതിക്ക് 2,50,000 രൂപ നഷ്ടമായ സംഭവത്തിൽ കൊച്ചി സൗത്ത് പോലീസ് ഇപ്പോൾ ഔദ്യോഗികമായി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. വെറും ദിവസങ്ങളുടെ മാത്രം പരിചയം വെച്ച് 1 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന വലിയൊരു സൈബർ ക്രിമിനൽ ശൃംഖലയിലേക്കാണ് ഈ കേസിന്റെ അന്വേഷണ വിരലുകൾ ചൂണ്ടുന്നത്. കഴിഞ്ഞ ജൂൺ 15-നാണ് പരാതിക്കാരിയായ യുവതി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ഒരു അപരിചിതനെ പരിചയപ്പെടുന്നത്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിവിദഗ്ധമായി വിശ്വാസം പിടിച്ചുപറ്റിയ തട്ടിപ്പുകാരൻ താൻ വില കൂടിയ ആഭരണങ്ങളും വിദേശ സാധനങ്ങളും അടങ്ങുന്ന ഏകദേശം 50 ലക്ഷം രൂപ വിലമതിക്കുന്ന ഒരു സമ്മാന പൊതി പാർസലായി അയച്ചിട്ടുണ്ടെന്ന് യുവതിയെ വിശ്വസിപ്പിച്ചു. തുടർന്ന് ഡൽഹി എയർപോർട്ടിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ എന്ന വ്യാജേന തട്ടിപ്പ് സംഘത്തിലെ മറ്റ് അംഗങ്ങൾ യുവതിയെ ഫോണിൽ ബന്ധപ്പെടുകയും പാഴ്സൽ കൈപ്പറ്റണമെങ്കിൽ കസ്റ്റംസ് ക്ലിയറൻസ് ഫീസും പെനാൽറ്റിയും അടയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. നിയമ നടപടികളെ ഭയന്ന യുവതി പലതവണകളായി തട്ടിപ്പുകാർ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്ക് 2,50,000 രൂപ കൈമാറുകയായിരുന്നു എന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. ഇത്തരത്തിലുള്ള സൈബർ തട്ടിപ്പുകൾ ഇന്ന് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വലിയൊരു ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ഒട്ടും പരിചയമില്ലാത്ത പ്രൊഫൈലുകളിൽ നിന്ന് വരുന്ന ഫ്രണ്ട് റിക്വസ്റ്റുകളും തുടർന്നുണ്ടാകുന്ന സന്ദേശങ്ങളും കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കാത്തതാണ് പലരെയും ഇത്തരം വലിയ കെണികളിലേക്ക് ചെന്നെത്തിക്കുന്നത്. പണം നൽകിയിട്ടും പാർസൽ ലഭിക്കാതെ വരികയും വീണ്ടും കൂടുതൽ തുക ആവശ്യപ്പെടുകയും ചെയ്തതോടെയാണ് താൻ ചതിക്കപ്പെടുകയാണ് എന്ന് യുവതി തിരിച്ചറിഞ്ഞത്. ഉടൻ തന്നെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളുമായി ഇവർ പോലീസിനെ സമീപിക്കുകയായിരുന്നു. അന്വേഷണത്തിൽ പരാതിക്കാരിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കർണാടക സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അപ്പെക്സ് ബാങ്കിലെ ദിനേശ് എന്ന വ്യക്തിയുടെ അക്കൗണ്ടിലേക്കാണ് പണം പോയിരിക്കുന്നത് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ IT ആക്ടും IPCയിലെ വിവിധ വഞ്ചന കുറ്റങ്ങളും ചുമത്തിയാണ് സൗത്ത് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി പോലീസ് കർശനമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുന്ന ആർക്കും തന്നെ യാതൊരു കാരണവശാലും പണമോ വ്യക്തിഗത വിവരങ്ങളോ കൈമാറരുത്. കേന്ദ്ര സർക്കാർ ഏജൻസികളോ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റോ ഒരിക്കലും വ്യക്തിഗത അക്കൗണ്ടുകളിലേക്ക് പണം അയക്കാൻ ആവശ്യപ്പെടില്ല എന്ന യാഥാർത്ഥ്യം ഓരോ പൗരനും മനസ്സിലായിരിക്കണം. ഇത്തരം കോളുകളോ സന്ദേശങ്ങളോ വരികയാണെങ്കിൽ ഉടനെ തന്നെ ഔദ്യോഗിക സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 വിവരം അറിയിക്കേണ്ടതാണ്. ഓൺലൈൻ ലോകത്തെ ഈ പുതിയ കെണികളെ കുറിച്ച് കൃത്യമായ നിയമബോധമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സമ്പാദ്യം സുരക്ഷിതമായി സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. സമാനമായ തട്ടിപ്പുകൾക്ക് ഇനിയും ആരും ഇരയാകാതിരിക്കാൻ ഈ സുപ്രധാന ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട് പൂർണ്ണമായി കണ്ട് മനസ്സിലാക്കിയ ശേഷം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും അടിയന്തരമായി ഷെയർ ചെയ്ത സമൂഹത്തെ ബോധവൽക്കരിക്കുക.